സ്വർഗം ലക്ഷ്യമാക്കിയുള്ള മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവനെന്നും പ്രചോദനമായിട്ടുണ്ട് വിശുദ്ധരുടെ ജീവിത മാതൃകകൾ. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ചേർന്നുകൊണ്ട് നമുക്ക് മുൻപേ കടന്നുപോയ അനേകം പുണ്യാത്മാക്കൾ സഭയിലുണ്ട്. ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി നിലനിർത്തുവാൻ വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നവരാണ് അവരിൽ പലരും. ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു പുണ്യവതിയാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. ഇറ്റലിയിലെ കൊറിനാൾഡോയിലാണ് മരിയ ഗൊരേത്തി ജനിച്ചത്. കർഷകരായ നീജി ഗൊരേത്തിയുടെയും അസുന്തയുടെയും മകളായി 1890 ഒക്ടോബർ 16 മരിയ ഗൊരേത്തി ജനിച്ചു. ദാരിദ്ര്യത്തെ കഠിനാധ്വാനം കൊണ്ട് മറികടക്കുവാൻ പാടുപെട്ട അവൾ തികഞ്ഞ ദൈവവിശ്വാസത്തിലാണ് ജീവിച്ചത്. അസ്യുന്ത കൊച്ചുമരിയെ മാതാവിനോടുള്ള ഭക്തിയിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്തിൻ്റെയും പരമസ്നേഹത്തിൻ്റെയും ഒരു പാഠശാലയായിരുന്നു അവരുടെ കുടുംബം. പാപത്തേക്കാൾ മരണം എന്ന തത്വം അമ്മ മനസ്സിൽ പതിപ്പിച്ചു. ചെറിയൊരു പാപം ചെയ്യുവാൻ പോലും മരിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല. 6-ാം വയസ്സിൽ ആദ്യ കുമ്പസാരം നടത്തുകയും സൈല്യവനം സ്വീകരിക്കുകയും 11-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അവർ ലീഫറി എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയും അവിടെ സെറിനെല്ലി എന്ന കുടുംബത്തിൻ്റെ കൂടെ അവരുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. സെറിനെല്ലി കുടുംബത്തിലെ ഇളയ പുത്രനായ അലക്സാണ്ടർ എന്ന യുവാവ് 3 പ്രാവശ്യം മരിയയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ധീരമായി അവൾ ചെറുത്തു നിൽക്കുകയും ചെയ്തു. അസന്മാർഗികളായ അവരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഒരമ്മയുടെ ആകുലത അസ്യുന്തയുടെ മനസ്സിൽ എന്നും നീറുന്ന ചിന്തകളായിരുന്നു. മരിയേ, തെരേസ കുഞ്ഞ് ഉറങ്ങിയോ മോളെ? അവൾ ഉറങ്ങിയമ്മേ. അവൾക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു. അമ്മ വരാറായില്ലെന്ന് അവൾ ചോദിച്ചായിരുന്നു. ഇന്ന് അമ്മയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു മോളെ. സെറിനെല്ലി പ്രഭുവിന്റെ വീട്ടിൽ ധാരാളം കൂട്ടുകാർ ഇന്ന് അവിടെ വന്നിരുന്നു. പാടത്തും പറമ്പിലും വീട്ടിലും ജോലി ചെയ്ത് അമ്മ ആകെ മടുത്തു. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനും കൂടെ വരട്ടെ അമ്മയുടെ കൂടെ പാടത്ത് പണിയാൻ? നമുക്ക് തെരേസ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തണ്ടേ? നല്ല വിദ്യാഭ്യാസം നൽകണ്ടേ? വേണ്ട മോളെ, നിന്റെ സഹോദരന്മാരും ഞാനും പണിക്ക് പോകുന്നുണ്ടല്ലോ, അതു മതി. മോൾ വീട്ടിലെ കാര്യവും കുഞ്ഞിന്റെ കാര്യവും ഒക്കെ നോക്കിയിരുന്നാ മതി. സഹോദരന്മാർ ദൂരസ്ഥലത്തല്ലേ ജോലി ചെയ്യുന്നത്? അമ്മയുടെ കൂടെ അല്ലല്ലോ. ഞാൻ അമ്മയുടെ കൂടെ ജോലിക്ക് വരാം. അമ്മ സെറിനെല്ലി പ്രഭുവിനോട് ഒന്ന് ചോദിക്കണേ, ഞാനും കൂടെ വരാം. ശരി മോളെ. അമ്മ ആകെ ക്ഷീണിതയാണ്. അമ്മ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തമ്പുരാനേ, മോളെ മോളെ മരിയേ, അമ്മ പോകാറായോ? അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. സെറിനെല്ലി പ്രഭുവിനോട് അമ്മ ചോദിക്കണേ. ശരി മോളെ, അമ്മ പോയിട്ട് വരാം.
മരിയ, മരിയ തുന്നുകയാണോ? ഈ പൂവ് എൻ്റെ ഈ കുപ്പായത്തിലൊന്ന് തുന്നി തരുമോ? അലക്സാണ്ടർ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ വരില്ലെന്നും എൻ്റെ അടുത്ത് വരില്ലെന്നും. നിന്നെ കാണാതിരിക്കാനോ? നീ എൻ്റെ പ്രീതമയല്ലേ. ഈ പൂവ് ഞാൻ നിന്റെ മുടിയിൽ ചൂടിക്കട്ടെ, എന്ത് ഭംഗിയായിരിക്കും. അലക്സ്, വിട് അലക്സാണ്ടർ, വേണ്ട, ഇത് പാപമാണ്. വിട് അലക്സ്. വേണ്ട അലക്സാണ്ടർ, വേണ്ട, വേണ്ട അലക്സാണ്ടർ, വിട്. വേണ്ട അലക്സാണ്ടർ, വേണ്ട, വേണ്ട അലക്സാണ്ടർ, വിട്. വേണ്ട അലക്സാണ്ടർ, വേണ്ട, വേണ്ട അലക്സാണ്ടർ, വിട്. ആരാടി നിന്റെ ഈശോ? നിന്നെ ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് സാധിക്കാത്തത് നിന്റെ ഈശോ കാരണമല്ലേ. നിന്നെ നിന്റെ ഈശോ രക്ഷിക്കുമെന്ന് നോക്കട്ടെ. എനിക്ക് കിട്ടാത്തത് നിന്റെ ഈശോയ്ക്കും വേണ്ട. പാപത്തെക്കാൾ മരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ എന്നെ രക്ഷിക്കണമേ, ഈശോയെ എന്നെ രക്ഷിക്കണമേ. എവിടെയാണ് നിന്റെ ഈശോ? ഈ കടാരപ്പിടിയിൽ നിന്നും നിന്റെ ഈശോ നിന്നെ രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. എൻ്റെ ചുംബനം പോലും നീ ഈശോയുടെ കാര്യം പറഞ്ഞല്ലേ തട്ടിമാറ്റിയത്. വേണ്ട അലക്സാണ്ടർ, എന്റെ ശരീരത്തെ കഷ്ണം കഷ്ണമായി മുറിച്ചാലും എന്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്യുകയില്ല. നിന്റെ ഈശോയ്ക്ക് എൻ്റെ സമ്മാനം. മോളെ, മരിയക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? എന്താ മോളെ? മോളെ എന്താ? മരിയക്ക് എന്ത് പറ്റി മോളെ? എക്സ്ക്യൂസ് മീ. സ്ഥിതി വളരെ ഗുരുതരമാണ്. ഞങ്ങളാകുന്നു ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. മുറിവുകളിൽ നിന്ന് ധാരാളം രക്തം പോയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. പൾസും വളരെ വീക്കാണ്. ഡോക്ടർ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? അകത്തേക്ക് വരൂ. അമ്മ ഇപ്പൊ വരാം. മോളിവിടെ ഇരുന്നോ. എനിക്ക് വയ്യ. മാലാഖമാരെൻ്റെ ഈശോയുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു. ഞാനിതാ പോകുന്നു. അമ്മേ, അമ്മേ.
1902 ജൂലൈ 6-ാം തീയതി വിശുദ്ധ കുർബാനയും അന്ത്യകൂദാശയും നൽകുവാനെത്തിയ വൈദികനോട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ അലക്സാണ്ടറോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി. തന്നെ ആക്രമിച്ച യുവാവിനോട് ക്ഷമിക്കുകയും അവന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിലും അവൻ 29 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എങ്കിലും ജയിൽ മോചനത്തിന് മുൻപ് ആ യുവാവ് മാനസാന്തരപ്പെടുകയും ജയിൽ മോചിതനായ ശേഷം മരിയയുടെ മാതാവ് അസ്യൂന്തിയെ ചെന്ന് കാണുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. 1947 ഏപ്രിൽ 27 മരിയയെ 12-ാം പിയൂസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ചടങ്ങിനിടയിൽ മാർപ്പാപ്പ മരിയയുടെ മാതാവിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു: അനുഗ്രഹീതയായ മാതാവ്, സന്തോഷവതിയായ മാതാവ്, അനുഗ്രഹീതയുടെ മാതാവ്. 3 വർഷങ്ങൾക്ക് ശേഷം 1950 ജൂൺ 24 12-ാം പിയൂസ് മാർപ്പാപ്പ മരിയയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിലും മരിയയുടെ അമ്മ പങ്കെടുത്തു. തന്റെ സന്താനത്തെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മാതാവായിരുന്നു അസ്യൂന്ത. മരിയയുടെ ജീവിച്ചിരുന്ന 4 സഹോദരങ്ങളും അലക്സാണ്ട്രോയും ചടങ്ങിൽ പങ്കെടുത്തു.